രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. ഒരു കേസിൽ ഹൈക്കോടതി ജാമ്യം നൽകാൻ കൂട്ടാക്കാതെ വന്നതോടെ ഇപ്പോഴും MLA ഒളിവിൽ കഴിയുകയാണ്. ഈ വിഷയം UDF-ൽ കലാപത്തിന് തിരികൊളുത്തി കഴിഞ്ഞു. നിലവിൽ രാഹുൽ കോൺഗ്രസ് MLA അല്ല, മറിച്ച് UDF-ന്റെ MLA മാത്രമാണ്. അതുകൊണ്ട് രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് UDF ഘടക കക്ഷികൾ രംഗത്ത് വന്നിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചോദിച്ച് ജനങ്ങളുടെ അടുത്ത് സംവദിക്കുമ്പോൾ സ്ത്രീ സുരക്ഷാ വിഷയം എങ്ങനെ ഉയർത്തിക്കാട്ടുമെന്നാണ് ഘടക കക്ഷികൾ ചോദിക്കുന്നത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 മാസത്തിൽ താഴെ മാത്രമാണ് സമയം മുന്നിലുള്ളത്. ഈ ഘട്ടത്തിൽ ഇനി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ പാലക്കാട് MLA പദവി രാജിവെച്ച് കോൺഗ്രസിന്റെയും UDF-ന്റെയും മാനം രക്ഷിക്കണമെന്നാണ് ഘടക കക്ഷികൾ ആവശ്യപ്പെടുന്നത്. UDF-ന് നിലവിൽ 2 വനിതാ MLA-മാർ മാത്രമാണുള്ളത്, ഉമാ തോമസും KK രമയും. രാഹുലിനെതിരെ ആരോപണം വന്നതിന് പിന്നാലെ ഉമാ തോമസ് ശക്തമായ നിലപാട് സ്വീകരിച്ചത് നമ്മൾ കണ്ടു. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് ഉമാ തോമസ് പറഞ്ഞത്. പിന്നാലെ ഇരയായ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെയാണ് രാഹുലിനെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കുന്നത്. അപ്പോഴും രാഹുൽ MLA പദവിയിൽ തുടരുകയായിരുന്നു. അതേസമയം MLA പദവിയിൽ രാഹുൽ കടിച്ചു തൂങ്ങി കിടക്കരുതെന്ന് MLA പദവിയിൽ രാഹുൽ കടിച്ചു തൂങ്ങി കിടക്കരുതെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് UDF-ലെ രണ്ടാമത്തെ വനിതാ MLA നേതാവ് KK രമ. നേരത്തെയും രാഹുലിനെതിരെ രമ നിലപാട് പരസ്യമാക്കിയിരുന്നെങ്കിൽ ഇക്കുറി കുറച്ചു കടന്നാണ് പ്രതികരിച്ചിരിക്കുന്നത്. MLA പദവി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാണ് വടകര MLA KK രമ ആവശ്യപ്പെട്ടിരിക്കുന്നത്. UDF-ലെ ഒരു MLA മറ്റൊരു MLA രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഘടകമാണ്. MLA ആയി 1 വർഷം പൂർത്തിയായ ദിവസം തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയത്. ഇതോടെയാണ് KK രമയും രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത്. രാഹുൽ ഇപ്പോൾ MLA സ്ഥാനം രാജിവെക്കണം, പിന്നീട് നിരപരാധിയാണെങ്കിൽ അത് കോടതിയിൽ തെളിയിച്ചിട്ട് പിന്നീട് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരണമെന്നും KK രമ പറയുന്നുണ്ട്. UDF-ലെ ഘടക കക്ഷികൾ ഒന്നാകെ ഇപ്പോൾ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിന് തുടക്കം കുറിക്കുകയാണ് KK രമ ചെയ്തിരിക്കുന്നത്. രമയുടെ വാക്കുകൾ ഒന്ന് കേട്ടുനോക്കാം. ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ജനപ്രതിനിധികൾ തീർച്ചയായിട്ടും ആ സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടുക എന്നതാണ് രീതി എന്ന അഭിപ്രായത്തിലാണ് ഞാനുള്ളത്. ഞാൻ തുടക്കം മുതലേ ഈ അഭിപ്രായം പറഞ്ഞൊരാളാണ്. അത് രാഹുൽ വിഷയത്തിൽ മാത്രമല്ല, മുകേഷ് MLA-യുടെ കാര്യത്തിലും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. എന്നിട്ട് അന്വേഷണം നേരിട്ടെ. ജനപ്രതിനിധികൾക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ടാകില്ല നിരപരാധിയാണെങ്കിൽ. പക്ഷേ അത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടണം.